ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ തുടക്കത്തിലാണ്. ഈ ഭാഗത്തു നിന്നുള്ള വീഡിയോ ആണ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി മുന്നോട്ട് പോവാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു അണ്ടർപാസ്സാണ്. ഇതിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബീമൊക്കെ ഇവിടെ കയറ്റി വെച്ചത് കാണാം. നമുക്ക് അവിടുന്ന് ഇങ്ങനെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ മണ്ണിട്ട് പൊക്കി കൊണ്ടുവരാനുള്ള വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടല്ല പോകേണ്ടത്, ഇപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വന്നതാണ്. കുറച്ച് മുന്നേ ആ വഴിയിൽ നിന്ന് വന്നതാണ്. ഇനി നമുക്ക് തൃശ്ശൂർ ഭാഗത്തോട്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ചേറ്റുവ ആ ഭാഗത്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഈ ബൈപ്പാസിൽ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എത്ര പോകാൻ പറ്റുമെന്നറിയാം, വണ്ടി പോകുമെന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്താ പറഞ്ഞാൽ, ഇതൊക്കെ പൂയി മണൽ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെയൊക്കെ മണ്ണ് നിറക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം മണലാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഈ ഭാഗത്തൊക്കെ നല്ല മണൽ പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ മണൽ നിറച്ചിട്ടാണ് ഇവിടെയൊക്കെ റോഡ് ഫില്ല് ചെയ്യുന്നത്. ഇതാണ് ഇവിടത്തെയൊക്കെ കാഴ്ച, ഇവിടുത്തെ ഭാഗത്തുള്ള കാഴ്ച. ഇങ്ങനെ മണൽക്കൂന കണ്ടപ്പോൾ ഒന്ന് നിർത്തി നോക്കിയതാണ്. അത്രക്കും നല്ല നൈസ് പൂയാണ് ഇവിടെയൊക്കെ കിടക്കേണ്ടത്, കണ്ടില്ല, അത്രക്കും നൈസ് പൂയാണ്. അപ്പോൾ ഇതൊക്കെ നിറച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഈ ടേപ്പ് വർക്കിനൊക്കെ എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള പൂയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ മണ്ണെടുക്കുമ്പോൾ ഇവിടെ തന്നെയുള്ള ഭൂപ്രകൃതി ആയതുകൊണ്ട്, ഇങ്ങനെ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെയൊക്കെ ഇങ്ങനത്തെ മണൽ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയേക്കാം. ഇവിടെ നിന്നുള്ള വർക്ക് വേറൊന്നും ഇവിടെ കാണുന്നില്ല. ഇതുപോലെ മണ്ണ് കൊടുന്ന് കൂട്ടിയതാണ് കാണുന്നത്. മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ഭൂപ്രകൃതിയും മണ്ണൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ അധികം ഭാഗത്ത് ഇതുപോലെ ചുവന്ന മണ്ണും പൊടി ഇവിടെ ഇങ്ങനെ കല്ലും മണ്ണ് അതൊക്കെ കാണാം. നമുക്ക് ഇവിടെ കുറച്ച് ഭാഗത്ത് ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് മാത്രം നടന്നത് ഉള്ളൂ. ഇപ്പുറത്തൊന്നും അതിനുള്ള ഒന്നും കാണില്ല. ഇവിടെ കുറച്ച് മണ്ണ് നീക്കിയത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ പതുക്കെ പോയി നോക്കാം. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇവിടെ നല്ല രീതിയിൽ സെൻറ്ററിൽ ടാർ ചെയ്തത് കാണാം. സെൻറ്ററിൽ ബാരിക്കേഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ചില ഭാഗത്ത് മാത്രം അങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് ബൈപ്പാസിൻ്റെ. ഇവിടെ ഒന്നും സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, സർവീസ് റോഡിൻ്റെ ഒരു ഇതൊന്നും കാണുന്നില്ല. ചിലപ്പോൾ സർവീസ് റോഡ് ഉണ്ടാവില്ല ഈ ബൈപ്പാസിലൊന്നും, ചില ഭാഗത്തൊന്നും. ഏതായാലും ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അധികം നീളമൊന്നുമില്ല, കുറഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഏതായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ബൈപ്പാസിൽ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണ് താഴ്ത്തി കൊണ്ടുപോയി കാണുന്നത്. ഇവിടെ JCB ഉപയോഗിച്ച് മണ്ണ് താഴ്ത്തി കൊണ്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടത്, കോൺക്രീറ്റ് പോലെ ഇട്ട് വെക്കേണ്ടത്. കോൺക്രീറ്റ് അല്ല, മെറ്റലാണത്. ഇതെന്താ ചെയ്യണമെന്ന് അറിയില്ല, അമർത്തി വെക്കണേ. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ കണ്ടില്ലേ റോഡ്, അവിടെ കുറച്ച് ഭാഗം മാത്രമേ ടാർ ചെയ്തത് കാണാം. ഇതാണ് ഇവിടെയുള്ള ബൈപ്പാസിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തോട്ട് ഒന്നുകൂടെ പോയി നോക്കാം മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന്. ഇവിടെ JCB ഇതാ മണ്ണ് കോരിയെടുത്ത് കൊടുക്കുന്നുണ്ട് ലോറിയിലേക്ക്. അതാണ് ഇവിടെയുള്ള കാഴ്ച. ഇനി മുന്നേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ഒട്ടുന്ന ഒരു മഞ്ഞ മണ്ണാണ്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ടാക്കിയിട്ട് കാണാം. ഒരു ചെറിയ അണ്ടർപാസ്സാണ് ഇത്. ഏതാണ് ഭാഗം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇവിടെയൊക്കെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. നമുക്ക് കാണാം. വലിയ ഹൈറ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മണ്ണിട്ട് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യാനൊക്കെ കാരണം
എന്താ അപ്പോൾ സൈഡിൽ വാളൊക്കെ അഞ്ഞ് കെട്ടിപ്പൊക്കാനുണ്ട്, അതൊന്നും തുടങ്ങിയിട്ടില്ല. ഇതാണ് ഇപ്പോൾ അണ്ടർപാസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളാണ്, പോയി നോക്കാം എന്താണെന്നറിയില്ല. കുറച്ചും കൂടെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണിപ്പോൾ. ഇവിടെ കുറച്ച് ഭാഗത്ത് ടാർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ ടാർ ചെയ്ത് നമുക്ക് കാണാം. ഇവിടെയും നല്ല രീതിയിലുള്ള വർക്ക് തന്നെയാണ് നടക്കേണ്ടത്. ഇവിടെയും സർവീസ് റോഡൊന്നും കാണുന്നില്ല. ഇപ്പം ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ കാണേണ്ട ഒരു കാഴ്ചയാണിത്. നമുക്ക് ഒരാളെ കാണിച്ചു തരാം. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടെ സെൻറ്റർക്ക് അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ ഈ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വർക്ക് തന്നെയാണ്, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ആളെ കാണിച്ചു തരാം. ഇതാണ്, നോക്കി. എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു ആന ഉണ്ട്. ഈ ലോറി കാണുന്നില്ല, ലോറി അതിൻ്റെ അടുത്ത് ഒരു ആന നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ കണ്ടപ്പോൾ കാണിക്കാണ്ട, ഇതാണ് നിൽക്കുന്നത്. ഇതാണ് ഇവിടെ എന്തെങ്കിലും ഉത്സവമോ കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അതിന് വേണ്ടി വന്നതായിരിക്കാം. കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതാണ് ഇപ്പോൾ വർക്കിൻ്റെ അവസ്ഥ. സർവീസ് റോഡില്ല, എന്നാലും റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ബാരിക്കേഡിൻ്റെ പണിയാണ് നടക്കാനുള്ളത്. ഒക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണേണ്ട കാഴ്ച ഇതാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് തോന്നുന്നത്. ഇവിടെ എന്തോ ഒരു സർവീസ് റോഡിൻ്റെ പോലെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളം കണ്ടില്ലേ, മണ്ണെടുക്കുമ്പോൾ തന്നെ വെള്ളം കാണുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കുറച്ച് താഴ്ത്തിയാൽ തന്നെ ഇങ്ങനെ വെള്ളം കാണേണ്ട ഒരു പ്രദേശമാണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ മെറ്റലൊക്കെ ഇട്ടിട്ട്, ഇപ്പോൾ ആദ്യം വെള്ളത്തിൽ മെറ്റൽ വാരിയിട്ടിട്ട് അതിൽ നിന്ന് കോരി എടുത്ത് ഒഴിവാക്കുകയാണ്. അങ്ങനെ എന്തോ ഒരു വർക്കാണ് ഇവിടെ ചെയ്യേണ്ടി പോകുക. എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ്, ഈ വെള്ളത്തേക്ക് ഈ മെറ്റൽ വാരിയിട്ടിട്ട് അത് വീണ്ടും കോരിയെടുക്കുക. അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. ഇതാ കണ്ടില്ല, ഇവിടെ മെറ്റലൊക്കെ കൊടന്ന് കൂട്ടിയിട്ടാണ്. ഇതെന്താണെന്ന് ഈ ഐഡിയ എനിക്കറിയില്ല. ഓരോരോ മെത്തേഡുകളായിരിക്കാം. എനിക്ക് അതിനെപ്പറ്റി വലിയ അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിക്കണമെന്നല്ലോ. ഇവിടെ കുറച്ച് ഭാഗത്ത് ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്രെയിനേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ വർക്കിന് ഉപയോഗിക്കുന്ന ലോറിയൊക്കെ ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യണേ. ഇന്ന് പണിയില്ലാത്ത വണ്ടികളാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, ഇവിടെ ഒരു വയഡക്റ്റ് ഓവർപാസ് എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലോ നിങ്ങൾക്ക്. ഇത് പറഞ്ഞാൽ വാടാനപ്പള്ളിയിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന ഒരു റോഡാണ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ പറഞ്ഞാൽ, ഇത് ഭാവിയിൽ ഈ റോഡ് വലുതാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുന്നേ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് കണ്ടറിഞ്ഞ് ചെയ്ത് വെച്ചതാണെന്ന്. കണ്ടില്ലേ, ബീം ഒക്കെ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ 1, 2, 3 ഗ്യാപ്പ് ഇട്ട് കാണും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബീം. ബീം ഇനി ജോയിൻറ്റ് ചെയ്യാനുള്ള, ഇവിടെ അങ്ങനെ ജോയിൻറ്റ് ചെയ്യാനുള്ള വർക്കാണ് നടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഫില്ലർ കണ്ടില്ലേ, നല്ല ഹൈറ്റ് തന്നെയാണ്. ഇത് ഭാവിയിൽ വലിയ റോഡായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. വാടാനപ്പള്ളി തൃശ്ശൂർ ഇങ്ങനെ സെൻട്രലിലുള്ള ഈ റോഡ്, അതിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇത് ഫില്ലർ അല്ല, ഇതുപോലെ ബീം ജോയിൻ്റ് ചെയ്യണ വർക്കാണ് ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാനുണ്ടാവും, പാലത്തിൻ്റെ വർക്ക്, അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഇതാണ് ഇവിടെ കാണുന്ന കാഴ്ച. ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഇതാണിപ്പോൾ ഇവിടെയുള്ള കാഴ്ച. ഇപ്പോൾ പുതുതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പോൾ വീഡിയോ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.